പ്രൈസ് ലോർഡ് ദൈവമക്കളെ, ചില തന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ജയിക്കാൻ പറ്റും. അതിലൊരു ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കിപ്പം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പം എല്ലാവരും ആഗ്രഹിക്കും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കണം, വേദനിച്ചിരിക്കണം, ദുഃഖിച്ചിരിക്കണം എന്നാണ്. പക്ഷേ എപ്പോഴും നമ്മളൊരു തീരുമാനമെടുക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നത്, കളിയാക്കുന്നത്, പുച്ഛിക്കുന്നത്, നമ്മൾ കരയുന്നത്, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വേദന, എന്തിനും നമ്മളങ്ങ് ഈ ഒരു കൊച്ചു പിള്ളേരെ പോലെ ഇരിക്കുമ്പം ഈ ജഡത്തിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളൊരു തീരുമാനമെടുക്കുക, ഇനി മേലാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യത്തില്ല, ഞാൻ കരയത്തില്ല, ഞാൻ വിഷമിക്കത്തില്ല. ആ ജഡത്തെ ഒന്ന് ജയിക്കാമോ ആത്മാവ് കൊണ്ട്. പിന്നെ ഇത് നമ്മളെ സപ്രസ് ചെയ്യത്തില്ല. നമ്മളൊരു തീരുമാനമെടുക്കുക, ഞാൻ ദുഃഖിക്കത്തില്ല. ഞാൻ എന്തിന് എല്ലാ പ്രശ്നങ്ങളും എന്നെക്കുറിച്ച് പറയുമ്പോഴും, എന്നെക്കുറിച്ച് എതിരായി വയ്ക്കുമ്പോഴും, എന്നെ അപവാദം പറയുമ്പോഴും ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അത് പിന്നെ വരത്തില്ല. നമ്മളതിനെ താലോലിക്കുന്നത് കാണുമ്പോൾ അത് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ പ്രിയം നമ്മളോടാ. അതിനെ ജയിക്കണം. കായിനോട് പറഞ്ഞതുകൊണ്ട് അതിനെ നീ ജയിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജയോത്സവമായി. യുദ്ധത്തിലിറക്കിയ ഒരു പടനും പുറകോട്ട് നോക്കാറില്ല. പുറകോട്ട് നോക്കിയ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായ നമുക്കറിയാം. അതുപോലെയല്ല നമ്മൾ ഇറങ്ങിയെങ്കിൽ മുന്നോട്ട് തന്നെ ഓടുക. നമ്മൾ ആരുടെയും കട്ടതും മോട്ടിച്ചതുമില്ല. നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നമ്മൾ ജീവിക്കുന്നതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടു കൂടി പോവുക, ദൈവഭയത്തിലായിരിക്കുക. എല്ലാവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ജയോത്സവമായി ദൈവം നമ്മളെ നടത്തുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അവരും കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കും. നെവർ ഗിവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു.